ടാറ്റ ഗ്രൂപ്പിന്റെ വിപണി മൂല്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന്റെ GDP-യേക്കാൾ മുകളിലെന്നാണ് റിപ്പോർട്ട്. 36,500 കോടി ഡോളറാണ് ടാറ്റ ഗ്രൂപ്പിന്റെ വിപണി മൂല്യം. അതേസമയം പാകിസ്ഥാന്റെ GDP ഏകദേശം 34,100 കോടി ഡോളർ മാത്രമാണ്. ഒരു വർഷത്തിനിടെ ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള നിരവധി കമ്പനികൾ വലിയ നേട്ടങ്ങൾ കൊയ്തതാണ് ടാറ്റ ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിൽ പ്രതിഫലിച്ചത്. മാത്രമല്ല, ലോകത്തിലെ 41 രാജ്യങ്ങളിലെ GDP-ക്ക് മുകളിൽ എത്തിയിരിക്കുകയാണ് ടാറ്റ. ടാറ്റ ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിൽ പകുതിയോടടുത്ത് വരുന്ന TCS-ന്റെ മൂല്യം മാത്രം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ പകുതി വരും. 17,000 കോടി ഡോളറാണ് TCS-ന്റെ വിപണി മൂല്യം, ഏകദേശം 15 ലക്ഷം കോടി രൂപ. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കമ്പനിയാണ് TCS. 2022-23 സാമ്പത്തിക വർഷത്തിലാണ് പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് തുടങ്ങിയത്. അതിനു മുമ്പുള്ള 2 വർഷ കാലയളവിൽ ശരാശരി 6% സാമ്പത്തിക വളർച്ച പാകിസ്ഥാൻ രേഖപ്പെടുത്തിയിരുന്നു. വെള്ളപ്പൊക്കം പോലെയുള്ള കാരണങ്ങളാണ് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ തളർത്തിയത്. കഴിഞ്ഞ ജൂലൈ മുതൽ 2,500 കോടി ഡോളറിന്റെ വിദേശ കടം എങ്ങനെ കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന ആലോചനയിലാണ് പാകിസ്ഥാൻ. ടാറ്റ ഗ്രൂപ്പിൽ പ്രധാനമായി 8 കമ്പനികളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വലിയ നേട്ടമുണ്ടാക്കിയത്. TCS-ന് പുറമെ ടാറ്റ മോട്ടോഴ്സ്, ടൈറ്റാൻ, ടാറ്റ പവർ തുടങ്ങിയ കമ്പനികളാണ് ഓഹരി വിപണിയിൽ അടക്കം വൻ മുന്നേറ്റം കാഴ്ചവെച്ചത്. അടുത്തിടെ വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ടാറ്റ ടെക്നോളജീസ് അടക്കമുള്ള ഈ കമ്പനികളുടെ ആസ്തി ഒറ്റ വർഷം കൊണ്ട് ഇരട്ടിയായി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ജനപ്രിയ ബ്രാൻഡുകൾ രംഗത്തിറക്കിയും ഓഹരി വിപണിയിൽ മികച്ച നേട്ടം കൊയ്തും ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ എന്നും ഉപഭോക്താക്കൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് രത്തൻ ടാറ്റയും അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യവും നൽകിയ കരുത്തും അത്ര ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഇന്ത്യൻ ജനത കൈയടിച്ചതും. ടാറ്റയുടെ വളർച്ചയിൽ ഒഴിച്ചുകൂടാനാകാത്തയാളാണ് രത്തൻ ടാറ്റ എന്ന 86-കാരൻ. ഇന്ത്യക്കാരുടെ ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, വാഹനപ്രേമം എന്നിങ്ങനെ എല്ലാം ടാറ്റയാണെന്ന് പറയാം. ഇന്ന് ടാറ്റയുടെ അമരത്ത് അദ്ദേഹം ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ രത്തൻ ടാറ്റ അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടി പേരുകേട്ടതാണ് ടാറ്റയുടെ ജീവിതം. 1937 നവംബർ 28-നായിരുന്നു രത്തൻ ടാറ്റയുടെ ജനനം. രത്തൻ ടാറ്റയുടെ മാതാപിതാക്കൾ 1948 വേർപിരിഞ്ഞതാണ്. മുത്തശ്ശിയാണ് രത്തനെ വളർത്തിയത്. രത്തന്റെ മുതുമുത്തച്ഛനാണ് ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ജംഷേഡ്ജി ടാറ്റ. രത്തൻ ടാറ്റയുടെ നേതൃത്വത്തിലാണ് ടാറ്റ ഗ്രൂപ്പ് ആഗോള പ്രശസ്തമാകുന്നത്. ആംഗ്ലോ ഇന്ത്യൻ സ്റ്റീൽ നിർമ്മാതാക്കളായ കോറസ്, ബ്രിട്ടീഷ് വാഹന കമ്പനി ജാഗ്വർ, ലാൻഡ് റോവർ, ബ്രിട്ടീഷ് ടീ കമ്പനി ടെറ്റ്ലി എന്നിവയുമായുള്ള ലയനമാണ് ഇതിന് കാരണം. TCS-നെ പബ്ലിക് കമ്പനിയായും രത്തൻ 2004 പ്രഖ്യാപിച്ചിരുന്നു. രത്തൻ ടാറ്റയ്ക്ക് 3,800 കോടിയുടെ ആസ്തിയാണ് ആകെയുള്ളത്. അതേസമയം ടാറ്റ ട്രസ്റ്റ് സമ്പാദ്യത്തിന്റെ 66% ചാരിറ്റിക്കായാണ് നൽകുന്നത്. ടാറ്റയ്ക്ക് 29 പബ്ലിക് കമ്പനികളുണ്ട്. അവയുടെ വിപണി മൂല്യം 24 ട്രില്യൺ രൂപ വരും. ഇന്ത്യയിലെ ഏറ്റവും പാരമ്പര്യമുള്ള ചാരിറ്റബിൾ ട്രസ്റ്റാണ് ടാറ്റ കുടുംബത്തിനുള്ളത്. രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ കാർ ലഭ്യമാക്കുമെന്ന് രത്തൻ ടാറ്റ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് നാനോ കാർ നൽകിക്കൊണ്ടായിരുന്നു ടാറ്റ ആ വിശ്വാസം കാത്തത്. ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഏറ്റവും മൂല്യമുള്ള കമ്പനി എന്നാണ് പലരുടെയും വിശ്വാസം. എന്നാൽ സാമ്പത്തിക വിദഗ്ധരുടെ അനുമാനത്തിൽ രത്തൻ ടാറ്റയുടെ ടാറ്റ ഗ്രൂപ്പ് തന്നെയാണ് ഏറ്റവും സമ്പന്നമെന്നാണ് വിലയിരുത്തൽ. 1868 സ്ഥാപിതമായ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ടാറ്റ ഗ്രൂപ്പ്. 6 ഭൂഖണ്ഡങ്ങളിലായി 100ഓളം രാജ്യങ്ങളിൽ ടാറ്റ ഗ്രൂപ്പ് പ്രവർത്തിക്കുകയും പുറമെ 150-ലേറെ രാജ്യങ്ങളിലായി ടാറ്റയുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എത്തുന്നുമുണ്ട്. കമ്പനിയുടെ 66% ഓഹരി മൂലധനം തലമുറകളായി ടാറ്റ കുടുംബത്തിന്റെ അംഗങ്ങൾ തുടങ്ങിവെച്ച 15 ജീവകാരുണ്യ ട്രസ്റ്റുകളിലേക്കാണ് പോകുന്നത്. അതിലൂടെ തന്നെ ടാറ്റ ഗ്രൂപ്പിന്റെ നയം വ്യക്തമാണ്. തങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം എന്നും ജനങ്ങൾക്ക് നേരെയും ടാറ്റ ഗ്രൂപ്പ് സഹായഹസ്തങ്ങൾ നീട്ടാനും ശ്രദ്ധിച്ചിരുന്നു.